गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते ഇല്ല ഞാൻ ഇപ്പൊ കേറില്ല ചേട്ടാ ഇവിടെ നിന്നോളാം ഞാൻ ഇവിടെ നിന്നോളാം ആയി ഞാൻ ഇവിടെ നിന്നോളാം എന്താ അറിയോ ഞാൻ ഇപ്പൊ പഴയ കാലല്ലാതെ പണ്ട് കാലത്തൊക്കെ ഇതിന്റെ ഉള്ളിലല്ല 24 മണിക്കൂർ ഇവിടെ അല്ലായിരുന്നു പുളി വറക്കാനോ ഒളിച്ചോളി കളിക്കാനോ ഒക്കെ ഇവിടെ തന്നെ അതൊക്കെ ശരിയാണ് രവിയേട്ടാ ഇന്നത്തെ കാലത്ത് ഞാൻ ഇപ്പൊ അവിടെ കേറിയിട്ട് ഇവിടെ നാട്ടുകാർക്കാവും പ്രശ്നം നമുക്ക് രണ്ടാക്കാവൂല അങ്ങനെ ഒന്നുമില്ല ചില വർഗീയമായ ആൾക്കാർ അതൊക്കെ ശരിയാണ് നമ്മൾ തമ്മിൽ ഇനി തല്ലിക്കാൻ ഇവിടെ പുറത്തെ ആൾക്കാരുണ്ട് ഞാൻ അല്ലെങ്കിൽ തന്നെ പൊതുവേ ഇവിടെ ചൂടനാണ് മരുവളായിട്ട് കച്ചറയാണ് എന്നുള്ള പരദൂഷണമാണ് മൊത്തം നടക്കുന്നത് അപ്പൊ എന്തിനാണ് ഞാൻ ഇവിടെ നിന്നോളൂ കേട്ടാ അതൊക്കെ ഈ നാട്ടുകാരെ കാഴ്ചപ്പാടിലുള്ള തകരാറാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതന്നെയാണ് ഈ പ്രശ്നം പറഞ്ഞത് അപ്പൊ ഞാൻ ഇവിടെ എന്നാ പിന്നെ കേറില്ല പോവാ എന്ത് വന്നേ വരി എന്തിനാ വന്നേ ഞാനേ നിങ്ങളെ വീട്ടിൽ പോയിന്ന് ആ പെണ്ണുങ്ങൾ അറിഞ്ഞ നിങ്ങൾ അമ്പലത്തേക്ക് വന്നു നിങ്ങളെ ഫോണിക്ക് കുറെ അടിച്ചല്ല നിങ്ങളത് എടുക്കാത്ത ഫോണ് ഞാൻ അമ്പലത്തിൽ കയറി ഇപ്പൊ സൈലന്റ് ആക്കി വെച്ചതാണ് അത് ശരി അതല്ല എന്ത് വന്ന് ഞാൻ എന്റെ വണ്ടി കേടാണ് അതൊന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം പിന്നെ വേറൊരു കാര്യങ്ങളോട് പറയാണ്ട് നിങ്ങളെ നാട് വരുമോ കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വീട്ടിക്ക് എന്നാ ഞാൻ ചായ കുടിച്ചിട്ടാണ് വരാം കേട്ടാ എന്നായിക്കോട്ടെ ഞാൻ പോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. സുഖാണ്, കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞു. ഞാൻ ഇപ്പോൾ ചായ അങ്ങാടിയിൽ നിന്ന് കുടിച്ചിട്ട് പോന്നോ, ഇപ്പോൾ കുടിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ വന്നത് ഞാൻ അബുദാബിയിൽ ഒരു കട ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്, തുടങ്ങാനുള്ള പരിപാടിയാണ്. കട തുടങ്ങാനേ കുറച്ച് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എനിക്ക് ലേശം പൈസ ആവശ്യമുണ്ട്. അനക്ക് പൈസ ആവശ്യമുണ്ടല്ലേ? അനക്ക് അജ്മാലിൽ ഞാനൊരു കട തുടങ്ങിയെന്നല്ല, അതെനിക്ക് ഓർമ്മ ഉണ്ടാ? ആ കട എന്താ ചെയ്ത്? അത് പാർട്ണർമാരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയൊക്കെ കൂടിയാണ്ട് നശിച്ച്. ഇതാണ് പറഞ്ഞത്, കണ്ണി കണ്ടവരൊക്കെ കട ഏൽപ്പിച്ചുകാണ്ട് റൂമിൽ ഇരുന്നാണ്ട് കളിക്കല്ലേ ചെല്ലി ഫോണില്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്റെ മോളടക്ക് കെട്ടിച്ചു തരുമ്പോഴേ 50,000 റുപ്യ 25 പവന്റെ പണ്ട് തന്നില്ലേ? ഓളെ മേലെ എന്തെങ്കിലും ഉണ്ടോ? അത് വിറ്റുകാണ്ടല്ലേ പേരുണ്ടാക്കിയത്. എന്ത് വിറ്റുകാണ്ട്? ഓളെ മേലിപ്പുള്ള റോഡ് ബോട്ടിന്റെ അല്ലേ? അതെന്താ മനസ്സിലാക്കാത്ത? അതിനല്ലേ പേരല്ലേ? പേരയ്ക്ക് 50,000 റുപ്യ അല്ല 50 ലക്ഷം റുപ്യ ഞാനാണ് ചെലവാക്കിയത്. നിങ്ങൾക്ക് ഞാൻ വാങ്ങി തന്ന കാറോടെ അതിന്റെ കാട്ടി അതവിടെ വർക്ക്ഷോപ്പിലുണ്ട്. വലിയ വർത്തമാനം പറയണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ പോയി അന്വേഷിക്കണേ. അല്ല കാസ്മിയെ ഇതെന്താ വരാൻ പറഞ്ഞേ? ഞാൻ കുട്ടിമോനോടൊന്ന് പോകണ്ടായിരുന്നു. അല്ല എപ്പോഴെന്ന് സുഖന്നെ? പിന്നെന്ത്? ഞാൻ കുട്ടിമോനോടൊന്ന് പോകണ്ടായിരുന്നു. ഞാൻ വരുന്നില്ല, ഞാൻ ഇതൊന്നും ഒഴിവായിക്കട്ടെ. കുട്ടിമോൻ ഡ്രസ്സ് മാറ്റിയാണ്ട് റോട്ടിൽ കണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ടേ ഓനെ ഇവിടെ സ്കൂളിൽ ചേർത്താനല്ല, ആ ഡ്രസ്സും പുസ്തകമൊക്കെ ഒന്ന് എടുത്തോണ്ടിരിക്കും. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. അന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചുകൊണ്ടാണ് പോകും പെണ്ണുങ്ങളായിട്ട് ഗൾഫിക്ക്, എന്നിട്ട് അവിടെ വരസും, എന്നിട്ടോ ടിക്കറ്റിന് വില കൂടുന്ന സമയത്ത് നേരെ നാട്ടിലേക്ക് വരും. അവിടെ മുടിയാഴ്ചയിലുണ്ട്, ഇവിടെ കല്യാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനൊക്കെ 3-4 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ ജീവിച്ചത്. ആ പൈസ കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇജൊക്കെ ഗൾഫിൽ പോയിട്ട് ഒരു 10 സെന്റ് സ്ഥലം എവിടെയും വാങ്ങിയെന്താ വാങ്ങിക്കളച്ച് പറയും. ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പൈസ തരില്ല എനിക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനക്ക് പൈസ തരാൻ സഹായിക്കണം എന്നൊക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ ഞങ്ങൾക്ക് തരൂല, മനസ്സിലായിക്കോ? ഈ പാടി കിടക്കില്ല കഞ്ചുകാരടിച്ചാൽ മുറിക്കും, മനസ്സിലായിക്കോൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്. Import igloo iron box. എന്താ വെള്ളം ഇവിടെ? സനുവാ എടി ഈ ഓക്കൊന്ന് കുത്തി ഒഴിവാക്കി കൂടി എന്നാ ഈ കുട്ടികൾ എവിടെ പോയി കിടക്കുക? പടച്ചോൻ ഇതൊക്കെ ഇനി എന്നോ നന്നാകുക. മുറ്റം നിറച്ച് വെള്ളം. സനുവാ ആ
ആടി മുട്ടായി കൊടുത്തിക്കണ് മോളെ കുട്ടി കൊണ്ടുവരാതെ നിൽക്കുക വണ്ടിയിലാണ് ഇജ്ജ് പഠിച്ചതല്ലോ ഇംഗ്ലീഷൊക്കെ അറബിയൊക്കെ പഠിച്ചു വിട്ടാ ഞാൻ മുട്ടായി കൊടുന്നേരട്ടാ പഠിച്ചു സാനുവാ സാനുവാ എടി എന്തടി ആ മിറ്റത്ത് ഇഷ്ടംമാരി വെള്ളം നിൽക്കണം ഇജ്ജെന്ത് കുത്തി ഒഴിവാക്കാഞ്ഞ് ഫുള്ള് മയച്ച് ചായ ഉണ്ടാക്കിക്കാ രണ്ടെണ്ണം അവൾക്കും കൊടുത്താണ് ചപ്പാത്തി ഉണ്ടാക്കിക്കണ പൊന്നുട്ടി എവിടെ ഓളവിടെ മുറി കിടക്കണ്ടല്ലോ അതെന്തേ അറിയില്ല വന്നപ്പോ തൊട്ട് കിടക്കണ്ട അല്ല എന്റെ കുട്ടിക്ക് എത്തേ പൊന്നുവാ പൊന്നുട്ടിയേ എവിടെടി ചായ ചായ ഞാൻ അടുപ്പത്ത് വെച്ചേന് ഇപ്പൊ ഞാൻ ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താടി അന്ന് അർഷാദ് കാക്ക് എന്നെ കാണാൻ വന്നിരുന്നു അവിടെ ഞാൻ അവിടെ ഇല്ല പറഞ്ഞിട്ട് നിങ്ങൾ ഓരെ പറഞ്ഞയച്ചാ അത് വന്നിരുന്നു അതെന്താ ആസ്പത്രി കൊണ്ടുപോകാനാ പിടിച്ചാനാ നമ്മളിപ്പോ അതെന്തിനാ നോക്കേണ്ട ആവശ്യം ഇതൊരു കാര്യം ചെയ്യും പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അതന്നെ അല്ല ഉപ്പച്ചിയെ അവിടുത്തെ ഉപ്പക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ഓർക്ക് എന്നോട് സ്നേഹമാണ് എന്നാലും നിങ്ങൾ ചെയ്ത് മോശമായി പോയിട്ടാ എന്നോട് ഇപ്പൊ ഇതൊക്കെ ആരെയൊക്കെ പറഞ്ഞേ എന്നോട് ആരേലും പറഞ്ഞോട്ടെ ആ വെള്ളപ്പാറ്റേക്കാർ അയാളെ മെയിൻ പണി ഇതാണ്